അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 നില 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിലേക്കുള്ള വഴിയാണിത്. ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. ഏകദേശം 100 മീറ്റർ ദൂരപരിധി മാത്രമാണ് വീട്ടിലേക്കുള്ളത്. നമുക്ക് വീടിൻ്റെ മുകൾ ഭാഗത്ത് അപ്സ്റ്റെയറിലെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിൽ ബസ് റോഡ് നമുക്ക് കാണാൻ കഴിയും. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ. ഇവിടുത്തൊക്കെ വീടുകളുണ്ട്. മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ് രീതിയിലുള്ള ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 10 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ, ഇതിൻ്റെ വില, ഇത് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൂടെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരും. നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ചെറിയ ആഴത്തിന് നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. ചുറ്റും നിരവധി ഫലവൃക്ഷ തൈകൾ, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല കൂളിംഗ്. അതായത് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു ഏരിയ. ചുറ്റും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ട്രസ് വർക്ക് ചെയ്ത് ഓട് മേഞ്ഞിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ എല്ലാ ഭാഗവും ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാ സിറ്റിംഗ് ഏരിയ, ഇത് ഫുള്ള് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുറ്റം മുഴുവനായിട്ട് ഇതുപോലുള്ള ഫുള്ള് ട്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് 2-3 വാഹനങ്ങൾ നല്ല ലാവിഷായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫുള്ളായിട്ട് ഇവിടെ ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ ഒക്കെ നിറയെ ഫലവൃക്ഷ തൈകളുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വിശദമായിട്ട് വരാം. ആദ്യം നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. ഇനി എടുത്ത് പറയുന്നത് കണ്ടോ, മാമ്പഴം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ കയ്യെത്തും ദൂരത്താണ് ഈ മാങ്ങയൊക്കെ നിൽക്കുന്നത്. അത് ചെറിയൊരു മൂച്ചിൽ നിറയെ മാങ്ങ. അതൊക്കെ മനസ്സൊക്കെ കുളിർമയേകുന്ന നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇതാണ് മെയിൻ ഡോർ വരുന്നത്. ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ഹാള്. അടിഭാഗത്ത് 3 ബെഡ്റൂം വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം. ഇതിൽ അടിഭാഗത്തെ 2 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള 2x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതായത് മാർബോണേറ്റ് ടൈലാണ് അടിഭാഗത്ത് ഒട്ടിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ലിവിങ് ഏരിയ. ഇവിടെ ചുമരിലൊക്കെ നല്ല ഷോക്കേസ് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ചെയ്തിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ്. ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ്, ഒരു വാഷ് ബേസിൻ സെറ്റ് ഉണ്ട്. വാൾ ഹാങ് ടൈപ്പാണ് വാഷ് ബേസിന് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. അടിഭാഗത്തുള്ള മറ്റ് 2 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. റൂമുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട്. ആവറേജ് നല്ല സൈസ് ഉണ്ട്. അതുപോലുള്ള ഷോക്കേസ്, അലമാര അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ. നല്ല സൂപ്പറായിട്ട്, എവിടെയും ഒരു മോശം പറയില്ല. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. ഇതാണ് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഏകദേശം 10-11 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ചുമരിലിവിടെ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. ചുമരിലൊക്കെ ഫുള്ളായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല സെറാമിക് ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റാണ് ഈ ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടിഭാഗത്തുള്ള മറ്റൊരു ബെഡ്റൂമാണിത്. ഇങ്ങനെ 3 ബെഡ്റൂമാണ് ഈ വീടിൻ്റെ അടിഭാഗത്തുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. റൂമുകളൊക്കെ സൈസ് ഉണ്ട് കേട്ടോ. 10-11 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമിലും ഇതേപോലെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിനും മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്.
ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിലെ ബാത്റൂമിൽ ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ, നല്ല എൽ ഷേപ്പിൽ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കബോർഡ് വർക്കുകളുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഞാൻ നേരെ വരുന്നത് ആ ഹാളിൽ നിന്ന് നേരെ കിച്ചണിലേക്കാണ് വരുന്നത്. ഈ ഭാഗത്തൊരു ബെഡ്റൂം കഴിഞ്ഞേക്ക് തന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു കിച്ചണാണ്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്. കിച്ചണിൽ ചെറിയ സ്റ്റോർ റൂമുണ്ട്. ഈ ഭാഗത്തൊക്കെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ചുമരിൽ കുറച്ച് ഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. കിച്ചണിൻ്റെ പുറത്തായിട്ട് ഇവിടെ ഒരു വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചാരിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത് ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടതാണ്. വർക്ക് ഏരിയൻ്റെ ഈ ഭാഗത്തായിട്ട് അടിഭാഗം ടൈലാണ്, പോർച്ച് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. കിച്ചണിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കിണറുള്ളത്. ആ കോർണറിലായിട്ടാണ് കിണറുള്ളത്. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാള്, 2 ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂം, ഒരു ബാൽക്കണി സിറ്റ് ഔട്ട് മുകൾ ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ട്രസ് വർക്ക് ചെയ്തതാണ്. ട്രസ് വർക്ക് ചെയ്തുകൊണ്ട് കമ്പിയും പട്ടയും വെച്ചിട്ട് ഓട് മേഞ്ഞതാണ്. അടിഭാഗം ഇതുപോലെ ഫുള്ളായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല വുഡൻ ലുക്കിൽ നല്ല സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല കൂളിംഗ് ആണ് വീട്ടിൽ. അതായത് ഏത് സമയത്തും നല്ല തണുപ്പാണ്. നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ. അത്യാവശ്യം നല്ല കാറ്റും പൊളിച്ചൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ്. ഇവിടെയാണ് കോമൺ ബാത്റൂം വരുന്നത്. ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വാട്ടർ ഹീറ്ററിനൊക്കെ പോയിന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ എല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂമാണിത്. ഇവിടെ ഒറ്റക്കള്ളിയുടെ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്ത്. അത് പുറത്തുനിന്നുള്ള എലിവേഷൻ്റെ ആ ഭംഗിയാണത്. ഫുള്ളായിട്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തെ ബെഡ്റൂമുകൾ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. 2 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. ചുമരിലൊക്കെ ഇതുപോലുള്ള എല്ലാ ബെഡ്റൂമുകളും ഇതുപോലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. 10-11 സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണിത്. നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഭാഗത്ത് ഇവിടെ മറ്റൊരു ബെഡ്റൂം. അപ്പോൾ ടോട്ടലി 5 ബെഡ്റൂം. അടിഭാഗത്ത് 3 ബെഡ്റൂം, മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം. ടോട്ടലി 5 ബെഡ്റൂം. അടിഭാഗത്തുള്ള അതേ സെയിം ടൈൽ തന്നെയാണ് മുകൾ ഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് കമ്പിയും പട്ടയാണ്. അത് ട്രസ് വർക്ക് ചെയ്താന്ന് ആരും പറയില്ല. ഫുള്ള് വാർത്തിട്ടുള്ള അതേ സ്റ്റൈലിന് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ്, ഓടിട്ടുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആകുമ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് മുകൾ ഭാഗത്ത് നിന്ന്. നല്ലൊരു സൂപ്പർ ഏരിയ, നല്ല വൈബാണ്. ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇത് ഈ പോസ്റ്റിൻ്റെ ഇവിടെ ആയിട്ട് ഇതാണ് മെയിൻ റോഡ് വരുന്നത്. ഇതുണ്ട്, ആ കാറ് പോകുന്നത് അതാണ് റോഡ്. അവിടെ നിന്ന് ചെറിയ ഡിസ്റ്റൻസ്, ഏകദേശം 100 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ആ റൂട്ടിൽ നിന്ന്, ബസ് റൂട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി ദൂരമുള്ളൂ. ഇനി ഈ ഭാഗത്തായിട്ട് മുകളിലൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. പിൻഭാഗത്തൊക്കെ കൃഷിയാണ്, തെങ്ങ് തോട്ടങ്ങളാണ് ഇതിൻ്റെ പിൻഭാഗത്തൊക്കെ. ഈ വീട്ടിലും അത്യാവശ്യം വലിയ മരങ്ങളുണ്ട് കേട്ടോ. ഇതുണ്ട്, തെങ്ങൊക്കെ ഉണ്ടോ, നല്ല കായ്ഫലമുള്ള തെങ്ങാണ്. തേങ്ങ ഇട്ടിട്ട് കുറച്ചായണെന്നേ ഉള്ളൂ. പിൻഭാഗത്ത് വാഴത്തോട്ടം. ഇനി ഈ വീടിൻ്റെ ഈ അടുക്കള ഭാഗത്തുള്ള ജസ്റ്റ് ഞാൻ മുകളിൽ നിന്നൊന്ന് കാണിച്ചു തരാം ഇതിലെന്തൊക്കെയുള്ളതെന്ന്. തെങ്ങുണ്ട്, ഇത് കവുങ്ങ്,
പപ്പായ, തെങ്ങ്, കവുങ്ങ്, വിയറ്റ്നാം ഇയർലി, ഇതിൻ്റെ പ്ലാവുണ്ട്. അതുപോലെ തന്നെ ചിക്കു, പേര, അങ്ങനെയുള്ള ഒരുപാട്, എന്തൊക്കെയാ പേര് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഒരുപാട് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവർ. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു അലക്കല്ലൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആദ്യം കണ്ടത് അടുക്കള ഭാഗത്ത് നിന്നുള്ള ആ മരങ്ങളാണ്. ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള മരങ്ങളാണ്. ഇവിടെയുണ്ട് ഒരുപാട് പ്ലാവുണ്ട്, മാവുണ്ട്, പേര, അതുപോലെ തന്നെ ചിക്കുണ്ട്. ഇതവിടെ വലിയൊരു കരിവേപ്പിൻ്റെ മരമുണ്ട്. ഇതാണ് ഈ വീട്ടിലെ കിണർ. ചെറിയ ആഴയുള്ളൂ, വെള്ളം ഫുൾ ഗ്യാരണ്ടിയാണ്. 1 2 3 4 5 6 റിങ്, 6 കോല്. അപ്പോൾ അത്രയും വെള്ളമൊക്കെ ഈ ഒരു വേനൽക്കാലത്തും ഇത്രയും നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നുണ്ട്. ഇത് വേറെ വീടിൻ്റെ ഒരു കിഴക്ക് ഭാഗം. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ മരങ്ങളാണ്, വീടിൻ്റെ ചുറ്റും മരങ്ങളാണ്. ഫുള്ള് കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. മതിലിൻ്റെ ടോപ്പ് ലൈനൊക്കെ ഡിസൈൻ വർക്ക് കൊടുത്തതാട്ടോ. ഇനി ഇവിടെ ഒരു വിറകുപുര ഉണ്ട്, ഡ്രസ് വർക്ക് ചെയ്തിട്ടൊരു വിറകുപുര. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ മരങ്ങൾ, 4 ഭാഗവും ഒരുപാട് ഫലവൃക്ഷ തൈകൾ. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീടും സ്ഥലവും. 10 സെന്റ് സ്ഥലം, നല്ല ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഏരിയയിൽ 2 നില 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട്. വീടിന്റെ ചുറ്റുഭാഗവും നിരവധി ഫലവൃക്ഷ തൈകളുണ്ട്, മരങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം പറ്റാത്തൊരു കിണറുണ്ട്, ചെറിയ ആഴത്തിൽ വെള്ളമുണ്ട്. ബസ് ഇറങ്ങിയിട്ട് ചെറിയ ഡിസ്റ്റൻസുകൾ വീട്ടിന്റെ അപ്സ്റ്റേറിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. വണ്ടികളൊക്കെ വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നല്ലൊരു സൂപ്പർ ഏരിയ, നല്ലൊരു വീട്. മലപ്പുറം ജില്ലയിലായി ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വീട്ടിലേക്ക് വരുന്ന വഴി ദൂരം. നമ്മളെ പയ്യനാട് സ്റ്റേഡിയത്തിന്റെ ഭാഗത്തായിട്ട് ഒരു പിലാക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്കൊരു നല്ലൊരു വീട് അന്വേഷിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. അതായത് ഈ വീട്ടിൽ ഞാൻ ഇന്നലെ പോകുമ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ബൈക്കുമ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ബൈക്കുമ്പോൾ ഇങ്ങനെ പോയിട്ട് ആ വീട്ടിലേക്ക് എത്തി, അതിന് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക സുഖം, നല്ലൊരു കൂളിങ്. അതായത് ആ മരങ്ങള് മുകൾ ഭാഗം ഓട് മേഞ്ഞത്. അപ്പൊ എന്താ വെച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ഏരിയയിൽ നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി തന്നെയാണ്. ഉദ്ദേശിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. 55 lakh rupees. കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ ഇതുപോലെ ഇങ്ങനെ പരസ്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുകയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.